ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുവിടുന്ന വണ്ടിയാണ്. അതായത് സെൽഫ് സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല, കിക്കറിലാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ പോയി എടുത്തുകൊണ്ടാണ്. അപ്പോൾ അതിനിടയിൽ 1-2 വർക്കുകൾ അഡീഷണൽ ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമുക്ക് ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വണ്ടി ഓടിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഇവിടുത്തെ വാൽവ് നല്ല രീതിയിൽ ലൂസായിട്ട് കിടന്ന് അടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. തന്നെയല്ല നമുക്ക് ഈ സൈഡിൽ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ഉണ്ട്. അപ്പോൾ ഈ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് വാൽവ് ലൂസുള്ളത് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കവർ അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കവർ അഴിച്ചാൽ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റും റബ്ബറും മാറ്റിയിടേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് വാൽവും കൂടി സെറ്റ് ചെയ്തെടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ നമുക്ക് ലേബർ ചാർജ് കാര്യങ്ങൾ വരില്ല. ഗ്യാസ്കറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. അത് കാരണം അത് അഴിക്കേണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ ഈ ലീക്ക് ഉള്ളത് വീണ്ടും രണ്ടാമത് അഴിച്ച് കയറ്റി കഴിഞ്ഞാൽ കൂടുതൽ ലീക്കേജ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു ഇത് പറഞ്ഞു കേട്ടോ. പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യണ ദിവസം പറഞ്ഞിട്ടുണ്ട്. കാർബേറ്ററിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളുണ്ട്. കാർബേറ്ററിൻ്റെ ജെറ്റുകൾ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ കാർബേറ്റർ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ഫുള്ള് പൊടി കയറി ബ്ലോക്ക് ആയേക്കണതാണ് കേട്ടോ. കമ്പനി ഫിൽറ്ററാണ്, പക്ഷേ നമുക്കത് ഫുള്ള് പൊടി കയറി ബ്ലോക്ക് ആയേക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിടണം, എന്നാലാണ് വണ്ടിയുടെ പെർഫോമൻസ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞാൽ നമുക്ക് ബാക്ക് ബ്രേക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നിലവിൽ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തിടാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് നമ്മളിപ്പോൾ അഴിച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കേബിള് ഔട്ടർ വലിഞ്ഞിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ തൽക്കാലം ബ്രേക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ കേബിൾ നമുക്ക് രണ്ടാമത് കയറ്റിയിടുമ്പോൾ ഫ്രണ്ട് വീല് ജാമാവുന്ന കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അത് കേബിൾ മാറ്റിയിടേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് തൽക്കാലം ബ്രേക്ക് ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. കുറേ കൂടി ഓടിയിട്ട് അഴിച്ച് മാറ്റിയാലും മതി. ബ്രേക്ക് പ്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി തരാം. അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലം വരുന്ന കേസ് കേബിൾ നമുക്ക് മാറ്റി പുതിയതിടേണ്ടതായിട്ട് വരും. ബാക്കിലത്തെ ബ്രേക്ക് ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന പറഞ്ഞില്ല, ഓയിൽ നല്ല ഓയിലാണ് ഇതിനകത്തുള്ളത്, കുഴപ്പമൊന്നുമില്ല. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഓൾറെഡി ബാറ്ററിയുടെ പ്രോബ്ലമാണ്. നമുക്ക് ഇരിക്കുന്ന ബാറ്ററി ആംറോണിൻ്റെ ബാറ്ററിയാണ്, 2022 മോഡൽ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.5 12.5 വോൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഫുള്ള് കട്ടായി പോകുന്ന സിറ്റുവേഷനാണ്, ഒട്ടും പവറില്ലാത്തൊരു കണ്ടീഷനിലേക്ക് വന്നത്. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് ശരിക്കും സെൽഫ് എടുക്കാത്തതിൻ്റെ പ്രോബ്ലം കേട്ടോ. അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് സെൽഫിൻ്റെ കേസ് നോക്കിയാലും. അപ്പോൾ ഞാൻ ബാറ്ററി അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഈ ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്നവർക്ക് എയർ ഫിൽറ്റർ ചേഞ്ച്, കാർബേറ്റർ ക്ലീനിങ് അതെല്ലാം അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ആക്കി ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.